ഒരു റിസൾട്ട് വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പം അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പുതിയ ഒരു ഹാബിറ്റ് ട്രാക്കർ ആണെങ്കിലും ക്രിയേറ്റ് ചെയ്തതും 1 വീക്ക് എന്നുള്ള രീതിയിലാണ്. അപ്പം ഈ ഒരു രീതിയിൽ ഞാൻ എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്, അതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യാറുള്ളത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ നമ്മൾ രാത്രി അല്ലെങ്കിൽ സൺഡേ ഏതെങ്കിലും ഒരു ടൈമിന് നമ്മളൊന്ന് ഇരുന്നിട്ട് റിഫ്ലക്ട് ചെയ്യാം. കഴിഞ്ഞ ആഴ്ച എങ്ങനെയുണ്ടായിരുന്നു, എന്തൊക്കെ കാര്യങ്ങൾ കറക്റ്റായിട്ട് പോയി, എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് ചെയ്തു, എന്തൊക്കെയാണ് മിസ്റ്റേക്സ് വന്നത്, ഏതൊക്കെ ഹാബിറ്റ്സ് ആണ് എനിക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റാഞ്ഞത്, അത് എന്തുകൊണ്ടാണ് എനിക്കത് ചെയ്യാൻ പറ്റാഞ്ഞത് എന്നൊക്കെയുള്ളതൊന്ന് ചോദിക്കാം. എന്തൊക്കെ തോട്ട്സ് ആണോ വരുന്നത് അത് ജസ്റ്റ് ചോദിച്ചിട്ട് ഒന്ന് എഴുതുക. ഫുള്ള് എഴുതുക. എന്തൊക്കെയാണോ മനസ്സിൽ നിന്ന് വരുന്നത് വളരെ ഈസി ആയിട്ട് എഴുതി പോവാ. അപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, ഈ കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല, അത് ചിലപ്പോൾ നമ്മുടെ മടി കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും പുറത്ത് നിന്ന് വന്നിട്ടുള്ള എന്തെങ്കിലും റീസൺസ് കൊണ്ടാവാം. അപ്പൊ അതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുമ്പം അതിനനുസരിച്ചിട്ട് നെക്സ്റ്റ് വീക്ക് നമുക്ക് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിന് ശേഷം നമ്മുടെ ഹാബിറ്റ് ട്രാക്കർ ഇപ്പം സിമ്പിൾ ആയിട്ട് ഒരു ജസ്റ്റ് ബോക്സ് പോലെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഒരു ഹാബിറ്റ് ട്രാക്കറിലേക്ക് നമ്മുടെ ഹാബിറ്റ്സ് എന്തൊക്കെയാണ് കൊണ്ടുവരേണ്ടത് എന്നുള്ളത് എഴുതാം. ഓക്കെ, ഇതിൻ്റെയൊക്കെ തൊട്ട് മുന്നേ ആയിട്ട് നമ്മളൊരു ഗോളും കൂടെ സെറ്റ് ചെയ്യുന്നത് എപ്പോഴും ഹെൽപ്ഫുൾ ആയിട്ടൊരു കാര്യമായിരിക്കും. നമ്മളിപ്പം നെക്സ്റ്റ് വീക്ക് എൻ്റെ ഗോൾ എന്തായിരിക്കണം, മേ ബി ഒരു 1 kg കുറയ്ക്കണം എന്നുള്ളതാവാം, അല്ലെങ്കിൽ ഒരു 1 ബുക്ക് ഫിനിഷ് ചെയ്യണം എന്നുള്ളതാവാം, ഓർ ജങ്ക് ഫുഡ് ഒന്നും കഴിക്കില്ല എന്നുള്ളതാവാം. എന്താണോ നമുക്ക് വേണ്ടുന്നത് ആ ഒരു കാര്യം ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരാഴ്ച കൊണ്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലത്തെ ഒരു കുഞ്ഞു ഗോളായിട്ട് സെറ്റ് ചെയ്യാം. ആൻഡ് അതെപ്പോഴും കാണുന്ന രീതിയിൽ എവിടെയെങ്കിലും പേസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഓൾവേസ് ഗുഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ എൻ്റെ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഞാൻ എന്നെ ഹെൽപ്പ് ചെയ്യാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വെയിറ്റ് ലോസ് ട്രാക്കറാണ്. ഞാൻ കാണിക്കാം. എൻ്റെ തൊട്ട് ബാക്കിലായിട്ടുള്ള പിക്ചേഴ്സ് കണ്ടാൽ അറിയാം, ജസ്റ്റ് ആ ബോർഡിലുള്ളത് വെയിറ്റ് ലോസ് ട്രാക്കറാണ്. അപ്പൊ നമ്മൾ എന്നും ഇത് കാണുമ്പോൾ നോക്കി ഇത് കുറയ്ക്കണം അല്ലെങ്കിൽ നെക്സ്റ്റ് ഇതെത്തണം എന്നുള്ളൊരു തോട്ട് നമുക്ക് വരികയാണ് ചെയ്യുന്നത്. ആ ഒരു രീതിയിൽ എപ്പോഴും വിസിബിൾ ആയിട്ടുള്ള രീതിയിൽ എവിടെയെങ്കിലും ഒന്ന് നമ്മുടെ ആ ഒരു വീക്കിലേക്കുള്ള ഗോൾ ഒന്ന് എഴുതിയിട്ടോ പിക്ചറായിട്ടോ എവിടെയെങ്കിലും ഒന്ന് പേസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ആൻഡ് ഈ ഒരു ഗോൾ എത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ഹാബിറ്റ്സ് ആണ് വേണ്ടത് എന്നുള്ളതൊന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ വെയിറ്റ് ലോസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ മേ ബി ജങ്ക് ഫുഡ് കുറയ്ക്കുക, അല്ലെങ്കിൽ ഷുഗർ കട്ട് ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു ലിസ്റ്റ് ഓഫ് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഈ ഒരു ഹാബിറ്റ് ട്രാക്കറിൽ എഴുതി വെക്കുക. ആൻഡ് ഈ ഒരു ട്രാക്കർ എന്നും നമ്മൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതൊന്ന് ഉറപ്പുവരുത്തിയാൽ മതി. അപ്പൊ സൺഡേ ആവുമ്പോൾ നിർബന്ധമായിട്ടും ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ജസ്റ്റ് ഒരു ട്രാക്കർ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ എപ്പോഴും കാണുന്നൊരു സ്പേസിൽ നമ്മൾ ഈ ഒരു വീക്ക് ചെയ്യേണ്ടതായിട്ടുള്ള എന്നും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് എന്നുള്ളതൊന്ന് എഴുതി വെക്കുക. ആൻഡ് ഓരോ ദിവസം ഇപ്പം മൺഡേ ആകുന്ന സമയത്ത് ഇതൊക്കെ ചെയ്ത് കഴിയുമ്പം ഇതൊന്ന് ട്രാക്ക് ചെയ്യുക. ട്രാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ടിക്കോ ക്രോസോ ഇങ്ങനെയൊക്കെ ചെയ്യാം. ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യാം ടിക്കും ക്രോസിനും പകരം ഫുള്ളി ഷെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പൊ ഇങ്ങനെ ഫുള്ളി ഷെയ്ഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻ കേസ് ഇടയ്ക്ക് ഒരു ദിവസം നമ്മൾ മിസ് ഔട്ട് ആയാൽ നമുക്ക് ആ ഒരു സ്പേസ് ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന കാണാം. ഫുള്ള് ഇങ്ങനെ ഫില്ല് ചെയ്യുന്നിടത്ത് ഇടയ്ക്ക് ഇങ്ങനെ റൗണ്ട് ഇങ്ങനെ ഫുള്ള് ബ്ലാങ്ക് ആയിട്ട് കിടക്കുമ്പോൾ നമുക്ക് തോന്നും അയ്യോ ഞാൻ ചെയ്തില്ലല്ലോ എന്നൊരു ഗിൽറ്റ് ഫീലിംഗ് നമുക്ക് വരും. അപ്പം അത് മാറ്റാൻ വേണ്ടി നമ്മൾ നെക്സ്റ്റ് ഡേ നമ്മൾ കുറച്ചും കൂടെ ഫുള്ള് ചെയ്യണം എന്നുള്ളൊരു തോട്ട് നമുക്ക് വരുന്നുണ്ടാവും. അപ്പം ഇങ്ങനെ ചെയ്ത് കഴിയുമ്പം നമുക്കൊരു രാത്രിയാകുമ്പോൾ നമുക്കിനെ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ്. ഓക്കെ, ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, ഞാൻ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഞാൻ ചെയ്തു എന്നൊക്കെ നമുക്ക് തന്നെ ഒരു റിവാർഡ് പോലെയാണ് നമ്മൾ ഈ ഒരു ട്രാക്കർ ഫില്ല് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ടാവുക. ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ് കേട്ടോ. ഉറങ്ങാൻ നേരത്തൊക്കെ നമുക്ക് നമ്മളോട് തന്നെ വല്ലാത്തൊരു അഭിമാനമൊക്കെ തോന്നും. ഇതിന് പുറമെ ഞാൻ സജസ്റ്റ് ചെയ്യാറുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻ കേസ് ഇടയ്ക്ക് ചിലപ്പം ഒരു കാര്യമൊക്കെ ചിലപ്പോൾ മിസ്സായിപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല, ജസ്റ്റ് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നമ്മൾ വിട്ടുപോയതോ അങ്ങനെയൊക്കെ ആയിരിക്കാം. അപ്പം അങ്ങനെ വരുമ്പം നമ്മൾക്ക് നെക്സ്റ്റ് ഡേ ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ പോയി പോകുന്ന രീതിയിൽ വരാറുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ഓക്കെ ഇനി വേണ്ട, അല്ലെങ്കിൽ ഇതിപ്പോൾ പോയില്ലേ ഫുള്ള് ട്രാക്ക് പോയി എന്നൊക്കെ വിചാരിച്ച് നമ്മൾ വിട്ട് കളയും. അപ്പൊ അതിന് പകരം അങ്ങനെ ഇൻ കേസ് വന്നു കഴിഞ്ഞാൽ ഞാൻ പറയാറുള്ള കാര്യം പോയിന്റ് ഇടാൻ വേണ്ടിയിട്ട് നോക്കാം. പോയിന്റ് ഇടുക എന്ന് പറയുമ്പം ഇപ്പം മൺഡേ ഇപ്പൊ നമ്മൾ നോർമലി ഒരു ഹാബിറ്റ് ഒരു 10 ഹാബിറ്റ്സ് ആണ് നമ്മൾ ദിവസം ട്രാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഒരു 6 ദിവസത്തേക്ക് ലൈക്ക് സാറ്റർഡേ വരെയാണെങ്കിൽ 6 ദിവസം, അല്ലെങ്കിൽ സൺഡേ വരെയാണെങ്കിൽ 7 ദിവസം ആണോ 7 ഡേയ്സ് ആണോ എന്നുള്ളത് നോക്കിയിട്ട് അപ്പം ഞാൻ 6 ഡേയ്സിന്റെ ഒരു എക്സാമ്പിൾ പറയാം. അപ്പം 10 ഹാബിറ്റ്സ് 6 ഡേയ്സിലേക്ക് വരുന്ന സമയത്തും നമുക്ക് ശരിക്കും 60 പോയിന്റ്സ് കിട്ടണം. അപ്പൊ നമ്മൾ ഇടയ്ക്ക് വെച്ച് ഒന്ന് മിസ് ഔട്ട് ആയിന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു പ്ലാനിൽ വിചാരിക്കുക ഞാൻ 55 പോയിന്റ് അല്ലെങ്കിൽ 58 പോയിന്റ് ഈ വീക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എനിക്ക് ഇന്നൊരു റിവാർഡ് കൊടുക്കും എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ റിവാർഡ് എന്ന് പറയുന്നതും ആദ്യം സെറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എപ്പോഴും നമ്മൾ ആ റിവാർഡിന്റെ ബേസിലാണ് പലപ്പോഴും എനിക്കൊക്കെ ആ റിവാർഡിന് വേണ്ടിയിട്ടാണ് ഞാൻ എത്ര
മൂഡില്ലെങ്കിലും നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും. അപ്പം പാർക്കിലേക്കൊക്കെ പോകാൻ ചിലപ്പോൾ എനിക്ക് ഒരു താല്പര്യം ഉണ്ടാവില്ല മെഡിറ്റേറ്റ് ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട്. ചില ഡേയ്സിൽ ഓക്കെ വേണ്ടാന്നൊക്കെ വിചാരിക്കുമ്പോഴാണെങ്കിലും അറ്റ്ലീസ്റ്റ് പോയിട്ട് ഒരു 10 മിനിറ്റ് ആണെങ്കിൽ 10 മിനിറ്റ് ചെയ്യണം എന്നുള്ളത് വരെ ഓക്കെ എനിക്ക് ഇത് ചെയ്താൽ മാത്രമേ ഈ വീക്കെൻഡ് ആവുന്ന സമയത്ത് എനിക്ക് ഒരു റിവാർഡ് കിട്ടുള്ളൂ എന്ന് എനിക്ക് അറിയുമ്പോഴാണ്. അപ്പൊ റിവാർഡ് സെറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും നമുക്ക് ഏറ്റവും വേണ്ടുന്ന കാര്യങ്ങൾ റിവാർഡായിട്ട് സെറ്റ് ചെയ്യാം. നമുക്ക് അത്രയ്ക്കും ഇഷ്ടമുള്ള കാര്യങ്ങൾ, നമുക്കത് കിട്ടണം, നമ്മൾ അത്രയും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ മേ ബി ഫുഡ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് അത്രയും ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം. പക്ഷെ അത് വലിയ പൈസയുടെ ആവണം എന്നൊന്നും ഇല്ല. പക്ഷെ നമുക്കത് ഒരു സന്തോഷം തരുന്ന ഒരു കാര്യമായിരിക്കണം. ഇങ്ങനെ റിവാർഡ് സെറ്റ് ചെയ്തിട്ട് ആ റിവാർഡിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടാകും. അപ്പൊ ഇങ്ങനെ റിവാർഡിന് വേണ്ടിയിട്ട് ചെയ്യുന്ന സമയത്ത് അറ്റ് ദി എൻഡ് ഓഫ് ദി വീക്ക് നമ്മൾ ആ റിവാർഡ് നമുക്ക് വേണ്ടി കൊടുക്കുമ്പം നമുക്ക് വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ ആണ്. കാരണം നമ്മളിത് ഏൺ ചെയ്തെടുത്ത റിവാർഡാണ്. നമ്മളൊരു ഫോൺ നോക്കുന്ന സമയത്ത് ഈ ഡോപ്പമിൻ റിലീസ് ആവുന്നുണ്ട്, പക്ഷെ അത് ഭയങ്കര ചീപ്പാണ്. ജസ്റ്റ് നമ്മൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ സന്തോഷം വരുന്നുണ്ട്. പക്ഷെ അത് ആ ഒരു ഇൻസ്റ്റന്റ് ആയിട്ട് മാത്രമുള്ള ഒരു ഗ്രാറ്റിഫിക്കേഷൻ ആണ്. ഇൻസ്റ്റന്റ് ആയിട്ട് അപ്പം തീരുന്ന ഒരു കാര്യമാണ്. പകരം നമ്മൾ ഒരാഴ്ച വർക്ക് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ ഹാബിറ്റ് ഒക്കെ കൃത്യമായിട്ട് എന്നും വർക്ക്ഔട്ട് ചെയ്ത് എന്നും ഫുഡൊക്കെ കറക്റ്റായിട്ട് നോക്കി എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തിട്ട് ആ വീക്ക് എൻഡ് ആകുമ്പം നമ്മൾ നമുക്ക് വേണ്ടിയിട്ടൊരു കാര്യം കൊടുത്ത് സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്തും നമുക്ക് കിട്ടുന്ന ഒരു അച്ചീവ്മെന്റ് ഫീലിംഗ് ഉണ്ട്. നമ്മൾ അടിപൊളിയാണെന്ന് നമുക്കൊരു തോന്നൽ വരാനുണ്ട്. അത് ശരിക്കും നമ്മൾ എൻജോയ് ചെയ്യേണ്ട ഒരു കാര്യമാണ്, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് വീഡിയോ ഹെൽപ്ഫുൾ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവണം എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ജേർണലൊക്കെ വേണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആ നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചിരുന്നാൽ മതി. സോ ബി എ പാർട്ട് ഓഫ് എ കമ്മ്യൂണിറ്റി. കാരണം നമ്മൾ ഡെയിലി ഫ്രീ ആയിട്ട് ചെറിയ ചെറിയ ടാസ്കുകൾ, അതുപോലെ ഇടയ്ക്ക് നമ്മൾ ഫ്രീ സെഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. സോ 21 days ചലഞ്ച് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സി യു, ബൈ.